2009 നവംബറിൽ 26 വയസ്സുള്ള മെഡിക്കൽ വിദ്യാർത്ഥിയായ ജോൺ എഡ്വേർഡ് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് അമേരിക്കയിലെ യൂട്ടായിലെ നട്ടിപുട്ടി ഗുഹയിൽ പ്രവേശിച്ചു. ചുരുങ്ങിയതും വളഞ്ഞതുമായ വഴിക്കായി അറിയപ്പെടുന്ന ഈ സ്ഥലത്ത് ഒരു സാഹസിക അനുഭവം പ്രതീക്ഷിച്ചായിരുന്നു അവർ പോയത്. ഭൂഗർഭത്തിൽ സഞ്ചരിക്കാൻ ജോണിന് മതിയായ പരിചയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തെറ്റായ വഴിത്തിരിവ് എല്ലാം മാറ്റിമറിച്ചു. ബോബ്സ് പുഷ് എന്നു പേരുള്ള ഒരു വലിയ അറയിലേക്ക് തുറക്കുമെന്ന് കരുതിയ ഒരു ചുരുങ്ങിയ വഴിയിലേക്കാണ് അദ്ദേഹം നീങ്ങിയത്. എന്നാൽ അതിനു പകരം ആ വഴി താഴേക്ക് കൂടുതൽ ചുരുങ്ങി. ഏകദേശം 10 ഇഞ്ച് വീതിയും 18 ഇഞ്ച് ഉയരവുമുള്ള ഒരു ഇടുക്കിലേക്ക് മാറി. ഇതോടെ അദ്ദേഹം തലകീഴായി കുടുങ്ങിപ്പോയി. കൈകൾ നീക്കാൻ കഴിയാതെയും തിരിഞ്ഞ് പുറത്തേക്ക് വരാൻ ഇടമില്ലാതെയും ഇരുട്ടിനുള്ളിൽ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു അദ്ദേഹം. രക്ഷാപ്രവർത്തകർ വേഗത്തിൽ സ്ഥലത്തെത്തി. അടുത്ത 28 മണിക്കൂറോളം 100-ലധികം ആളുകൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു. കയർ സംവിധാനങ്ങളും സുരക്ഷാ ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് ശ്രമങ്ങൾ നടത്തിയത്. എന്നാൽ ഗുഹയിലെ പാറകളുടെ നിസ്സാരാവസ്ഥ കാരണം ഓരോ നീക്കവും അപകടകരമായിരുന്നു. ഗുരുത്വാകർഷണവും ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതികരണങ്ങളും അദ്ദേഹത്തിന് എതിരായി പ്രവർത്തിച്ചു. 2009 നവംബർ 25 വൈകുന്നേരത്തോടെ ജോൺ ഹൃദയസ്തംഭനത്തിലേക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അധികാരികൾക്ക് വളരെ പ്രയാസകരമായൊരു തീരുമാനമാണ് എടുക്കേണ്ടി വന്നത്. ശരീരം പുറത്തെടുക്കുന്നത് കൂടുതൽ ജീവൻ അപകടത്തിലാക്കുമായിരുന്നു. കുടുംബത്തിൻ്റെ സമ്മതത്തോടെ ഗുഹയുടെ പ്രവേശനം കോൺക്രീറ്റ് ഉപയോഗിച്ച് അടച്ചുപൂട്ടി. ഇതോടെ നട്ടിപുട്ടി ഗുഹ ജോണിൻ്റെ ശവകുടീരമായി മാറി. 2009 സ്ഥിരമായി അടച്ചുപൂട്ടപ്പെട്ടു. ഇന്ന് ഈ സ്ഥലം ഒരു സ്മാരകമായി നിലകൊള്ളുന്നു. സാഹസം എത്ര പെട്ടെന്ന് ദുഃഖത്തിലേക്ക് മാറാമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലമായി മാറി. അടച്ചുപൂട്ടുന്നതിന് മുമ്പ് തന്നെ നട്ടിപുട്ടി ഗുഹയിൽ പല അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളും നടന്നിരുന്നു. ബർത്ത് കനാൽ എന്നറിയപ്പെട്ടിരുന്ന അതിലെ ചില ചുരുങ്ങിയ വഴികൾ പരിചയസമ്പന്നരായ ഗുഹാസഞ്ചാരികളെ പോലും വെല്ലുവിളിച്ചിരുന്നതായിരുന്നു.